ഇരിഞ്ഞെടുത്തുകൊണ്ട് വന്ന ഈ ചുണ്ടില്ലാങ്കണ്ണും കായ എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്നൊന്ന് പരിചയപ്പെടുത്തി തരട്ടെ. ഇതൊരു പുട്ടുകുമ്പമാണ്. ഇഡ്ഡലി പാത്രം ആയാലും മതി. എനിക്ക് വളരെ കുറച്ച് മതിയായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പുട്ടുകുമ്പം വെച്ചിരിക്കുന്നത്. ഈ പുട്ടുകുമ്പത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കുക. പുട്ടുകുമ്പത്തിൻ്റെ അടപ്പെടുത്ത് മൂടി അടച്ച് വയ്ക്കുക. ഇനി ഇതൊന്ന് നന്നായി ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞു തരാം. ഇത് നന്നായി ആവി വന്ന് സെറ്റായി ഇരിപ്പുണ്ട്. നമുക്ക് ഇത് ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഇത്. ഇനി ഇതിൻ്റെ തൊണ്ടൊന്ന് കളയണം നമുക്ക്. ഇതുപോലെ ഇതിൻ്റെ തൊണ്ട് കളയാൻ പറ്റും നമുക്ക്. ഇതിനി ഇതുപയോഗിച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം നമുക്ക്. ഇതാ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ കഷ്ണം സവോള, തേങ്ങ ചതച്ചതിനകത്ത് ഉള്ളി, ചുവന്നുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, തേങ്ങയും ഒന്ന് പതുക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് തോരനാക്കി മാറ്റാൻ ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയുടെ ഗുണങ്ങൾ അറിയാലോ നിങ്ങൾക്ക്. അയൺ കണ്ടന്റ് നമ്മുടെ ശരീരത്തോട് ചെല്ലാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. നമ്മളിപ്പം അയൺ ടാബ്ലറ്റ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അതിന് പകരം നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തോരൻ വെച്ച് നോക്കും. നമുക്ക് അയണിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കിട്ടും. പണ്ട് കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ ചെയ്തിരുന്നത്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയെല്ലാം നമ്മൾ വീട്ടിൽ സ്വയം തയ്യാറാക്കുന്നതാണ്. ഏതാണ്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് അല്പം കടുക്, ഒരു വറ്റൽമുളക്, ശകലം ഉഴുന്നുപരിപ്പ്, കറിവേപ്പില. അത് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒന്നിളക്കി യോജിപ്പിക്കാം. ഇത്രയുമൊക്കെ ആയാൽ മതി. ഇത് നന്നായി ചുമന്നൊന്നും വരണ്ട. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറിയാൽ മതി. അത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇതിനകത്തോട്ടിടാം. നമ്മളിപ്പം ഇടിഞ്ചക്കയൊക്കെ തോരൻ വയ്ക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങും. ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, രണ്ടും കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ നടുഭാഗത്ത് ഒരു അല്പം ഗ്യാപ്പുണ്ടാക്കി ഈ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ഇടണം. അത് നന്നായി
പൊത്തി വയ്ക്കാം. നമ്മൾ തേങ്ങ അരച്ചെടുത്ത മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചൊന്ന് ജസ്റ്റ് ഒരല്പം വേവ് അതിനാവശ്യമുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതേപോലെ ഒന്ന് ചിക്കിയിട്ട് അതിൻ്റെ വെള്ളമയം ഒന്ന് നമുക്ക് കുറയ്ക്കാൻ നോക്കാം. ഇതാ ഇവിടെ സ്വാദിഷ്ടമായ കാ കൊണ്ടുള്ള തോരൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രായമായവർക്കൊക്കെ കഴിക്കാൻ എളുപ്പമാണ്. കാരണം അവർക്ക് പല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. ഇതാവുമ്പം കഴിക്കാൻ പറ്റും. കായ ഇഷ്ടമുള്ള ആർക്കും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്ത് നോക്കൂ. അവർ നന്നായി കഴിച്ചോളും. കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ വെച്ചു കൊടുത്താൽ അവർ കാത്തോരൻ വയറ് നിറച്ച് കഴിച്ചോളും. അല്ലാതെ